എന്റെ കാക്ക എനിക്ക് വേണ്ടി ലവ് ചിഹ്നം ഉണ്ടാക്കി വെച്ചേക്കണ്. ഇത് എന്ത് തരത്തിലുള്ള ലവ് ചിഹ്നം എന്ന് നിങ്ങളൊന്ന് പറയണം. ഏതാങ്കില് ലവ് ചിഹ്നം അല്ല ഉദ്ദേശിച്ചേ. ഇതിന് ഏത് സൈഡിൽ കൂടെ നോക്കിയാലും ലവ് ചിഹ്നം ഞാനിപ്പോ ആലോചിക്കണം. കാര്യം മനസ്സിലായി. എന്തായാലും താങ്ക് യു. നോർമലി ഞാൻ സർപ്രൈസ് കൊടുക്കാറുണ്ട്. ഇത്തവണ എനിക്കൊരു മൂഡുണ്ടായില്ല. അപ്പം അത് കാരണം ഞാനൊരു സർപ്രൈസും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ബോക്സുകൾ കാണുമ്പോൾ എന്താ പറയുക കാക്ക, കഴിഞ്ഞ തവണ എനിക്ക് തന്ന ഷഡ്ഡികളുടെ കണക്കനുസരിച്ച് ഉള്ളൊരു സർപ്രൈസ് ആണെന്ന് എനിക്കറിയാം. അത് കാരണം എനിക്ക് വലിയ ഇതല്ല. പക്ഷെ ഇത് സൂപ്പറാണ് ഗൈസ്, ഇത് സൂപ്പറാണ്. അപ്പൊ മനസ്സിലായില്ലേ ഇതിലെന്താണ് സർപ്രൈസ് ആന്നു. എന്തായാലും ഞാൻ പൊട്ടിക്കട്ടെ ഒന്ന്. ആ പൊട്ടിക്കട്ടെ. വാലന്റൈൻസ് ഡേക്കുള്ള ഗിഫ്റ്റ് ആണെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അവിടെ ഉണ്ട് വലിക്കുന്നതാണ്, കട്ട് ചെയ്യുന്നത്, കത്രിക. കട്ട് ചെയ്യുന്നു വേണ്ട. ഇതാണ് അൺബോക്സിങ്. കസേര പിടിച്ച് കഴിച്ചു. കൊച്ചിന്റെ കസേരയിൽ നിന്ന് അത് പിടിച്ച് അവിടെ കണ്ടാ. ഞാൻ വേസ്റ്റ് കെട്ട പോലെ നോക്കിയില്ല, ഒരേറിന്റെ വേസ്റ്റ് തൊട്ടേല്. ഇതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതെന്താണ് ഒരു ട്യൂബ്ലൈറ്റ് പെട്ടെന്ന് കത്താത്തറിഞ്ഞൂടെ രണ്ടെണ്ണം ഒരുമിച്ച് തന്നത്. അല്ല എന്റെ തലയിൽ ട്യൂബ്ലൈറ്റ് അതന്നെ ഉദ്ദേശിച്ചേ. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതിനുവേണ്ടി എനിക്ക് 2 ട്യൂബ്ലൈറ്റ് വാങ്ങിച്ചു തന്നുണ്ട്. ഇത് സെൻസർ ഉള്ളതാണോ? ഇത് നോർമലാണ് ഗൈസ്. അവിടെ കൊണ്ടിടണം. ഇതാണ് എന്റെ ഫസ്റ്റ് വാലന്റൈൻസ് ഗിഫ്റ്റ്. രണ്ടാമത്തെ അതെന്റെ. ഇതെല്ലാം എന്റെ. എന്നെ പൊട്ടിക്കാൻ വന്നതാണ്. ബാപ്പ സിമ്പിളേ ബാ നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞോണ്ട് വിളിക്കണം കേൾക്കുമ്പോണ്ടല്ലോ. നമ്മള് വിചാരിക്കണ നമ്മളാന്ന്. ഇതെന്താ സംഭവം? എന്ത് ലൈറ്റാ? കീച്ചെയിനാ? ഇതെങ്ങനെ കത്തണേ? സ്വിച്ച് ഉണ്ടാവും, എനിക്കറിയില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. കണ്ണങ്ങട് അടിച്ചു പോണു. ഒരെണ്ണോടി ഞെക്ക്, അപ്പൊ മാറും. ഒരെണ്ണോടി ഞെക്ക്. ഇത് ഭയങ്കര പവറുള്ള സെറ്റപ്പാണല്ല. നല്ല കാശായിട്ടുണ്ടാവും. 180. 180 ഇതാണ് കീച്ചേ. എവിടെ കീച്ചേ? അന്നാ ഞാൻ അടിച്ചു മാറ്റത്. എനിക്ക് ഇല്ല, ഇത് എനിക്കാണ്. ഞാൻ എടുത്താലെന്തിപ്പോ? എനിക്ക് വേറെ അടിക്ക്. എന്റെ ബാക്കിയില്ല. അപ്പം മിണ്ടാണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കത്തിക്കാം? ഇതാണ്ട ചാർജ് ചെയ്യണത്. ചാർജറിന്റെ കണക്ടർ മാത്രമേ ഉള്ളൂ. അത് ചാർജ് ചെയ്യണ പോട്ട്. വാട്ടർ പ്രൂഫാണ്, അത് കളയല്ലേ. കുറച്ച് വാട്ടർ പ്രൂഫ്. വാട്ടർ പ്രൂഫ് അല്ല, സ്പ്ലാഷ് പ്രൂഫ്. ഇതാണ് സ്വിച്ച്. സ്വിച്ച്. ഓ കണ്ണടിച്ചു പോണല്ലോ. ഉണ്ടാവും. ആ കണ്ണടിച്ചുണ്ട്. വാക്ക് നീട്ടിയത് കറക്റ്റ്. അത് വടയക്ഷി. കണ്ണുറക്കാനുള്ളത് കണ്ണീന്ന് നോക്കി വെള്ളം തന്നെ കാണിട്ട്
കൊള്ളാം കേട്ടോ. ആ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 190 രൂപ ഇത് ഭയങ്കര ലാഭമുള്ള. ഇതാണ് സ്വിച്ച്. ഇതിങ്ങനെ തെളിച്ച് രണ്ടാമത്തെ മോഡല് കുറച്ച് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് ഒന്ന് ഓഫ് ആക്കട്ടെ. പിന്നെ കാണണ്ട, പിന്നെ ഉണ്ടാ. ഓ ഓ കണ്ണടിച്ചു. ഓ കാണാ. ഓ പൊളി വെട്ടം. സൂപ്പർ, നല്ല വെട്ടുണ്ട്. ഈ റൂമിൽ അത്യാവശ്യം വെട്ടുണ്ട്. ഓ പട്ടീനെയൊക്കെ ഓടിക്കാം. അതൊന്നും ഓക്കെ കണ്ണടിച്ചു. ഇതിങ്ങനെ ഇവിടെ വയ്ക്കാം. ഓ സൂപ്പർ. അപ്പൊ ഇത് കാക്കാക്ക് കിട്ടില്ല. കാക്കാക്ക് ഇത് കിട്ടില്ല. കാക്കാക്ക് ഞാനത് തരില്ല. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത് പഴയ അടിച്ചു മാറ്റുമല്ലോ. അത് നമുക്ക് ആലോചിക്കാം. ഇതപ്പോ ഞാൻ എന്റെ അതിലാക്കണ്ട, അതിലും ആക്കണ്ട. അത് ഇവിടെ ഉച്ചക്ക്. ഇതപ്പോൾ എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല. ഇതിപ്പോ എനിക്ക് ഏകദേശം ഒത്ത രീതിക്കുള്ളത് കിട്ടി. അപ്പൊ നിനക്ക് ബാക്കി ഈ ബോക്സിലുള്ളത് വേണ്ടല്ലോ. ഈ ബോക്സിലുള്ളത് എനിക്കാണ് ശരിക്കും. മലയാളത്തിൽ ഞാൻ പറഞ്ഞ കത്രിക എടുക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ നനങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഓടണ്ട ഒരു. അതുകൊണ്ടാ കിട്ടിയാൽ നിങ്ങൾ സമാധാനം, സന്തോഷം, സ്വസ്ഥത അനുഭവിക്കുന്നു. എന്നെ കിട്ടിയതിന്റെ വാലന്റൈൻസ് ഡേ ഒരു സാധനം കട്ട് ചെയ്യാനാണ് കാണുന്നത്. എനിക്ക് പിന്നെ സമാധാനം കിട്ടിയേ. ഇത് എനിക്കുള്ളതാന്ന് പറഞ്ഞല്ലോ. സോ ഇതാണ് നിങ്ങൾ കെട്ടിയോന്മാർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് ഇതെല്ലാം. എന്റെ അല്ല, ഉമ്മാന്റെ വാപ്പാന്റെയും കെട്ടിയോന്റെയും പ്രിന്ററിലേക്കുള്ള മഷിയാണ്. നീ എടുക്കാറില്ലേ? ഞാൻ ഏത് കാലത്ത് എന്തോ ഏതെങ്കിലും ഒരു എക്സാമിന്റെ എടുക്കാനുണ്ടല്ലോ. ഇത് ബ്ലാക്ക് കളർ. ഇത് വാങ്ങുമ്പോ ഇച്ചിരി കൂടുതൽ വാങ്ങിക്കൂടെ? 2 തവണ ഒഴിക്കാനുള്ളത്. ഒരു വർഷം നിൽക്കും. ഒരു വർഷവും. ഇത് നമ്മുടെ പ്രിന്റർ ഏതാ? കാനോണിലേക്കുള്ള കളറാണ് ഈ കാണുന്നത്. ഇതൊരു പിങ്ക് റെഡ് കളർ പോലത്തെ. റെഡാണ് കാക. മാഗ്നറ്റാ. എന്താ വായിക്കാൻ? അത് അങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ പൊട്ടിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ സീരിയൽ നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ടെക്സ്മേഡ് ഇത്രയും സീരിയൽ നമ്പറിന് നീ അത് പൊട്ടിച്ച വേറെ ഒരെണ്ണം ഉണ്ടല്ലോ. അത് കാണിക്കില്ലേ? പിന്നെ ഞാൻ പൊട്ടിക്കണ അടുത്ത കളർ കാണിച്ച ഇത് ആൾക്കാർ കാണാത്തൊന്നുമല്ലല്ലോ. ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു കൊടുത്താൽ പോരെ. ബ്ലൂ കളർ ഞാൻ കാണിക്കല്ല. അതിന്റെ പേരുണ്ടല്ലോ ആ ബ്ലൂവിന്. എനിക്കറിയില്ല. എനിക്കും വലിയ പിടുത്തൊന്നുമില്ല. CYAN ചോദിച്ചോക്കാലോ. ഷയാൻ. ജയാനോ? എന്റെ മോന്റെ പേരായിട്ട് വരും. പ്രീമിയം ഇങ്കാണ്. പ്രീമിയം. ഇനി അടുത്തത്
യെല്ലോ, ഇത് യെല്ലോ ഉണ്ട്, ഓറഞ്ച് അല്ല. ഓ ഇത് മാത്രം ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിട്ട് യെല്ലോ. അതിന് കളറിന്റെ പേര് നിനക്ക് അറിയാത്തോണ്ടല്ലേ. അങ്ങനെ പറയാം. പിന്നെ ഞാൻ സമ്മതിച്ചങ്ങ് തരാൻ പാടില്ല. കിട്ടിയ CYAN എന്താ പ്രൊനൗൺസ് ചെയ്യാ? എന്താ പ്രൊനൗൺസ് ചെയ്യാ? CYAN. ഇത് സിയാൻ. സിയാൻ. റീചാർജബിൾ കീ ചെയിൻ ലൈറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ചൈന പ്രൊഡക്റ്റ് ആണ്. മലയാളത്തിലാണ് സിയാൻ. A greenish blue color which is one of the primary subtractive colors complementary to red. അതാണ് ആ കളറിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് എന്താ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കടി. എനിക്ക് കിട്ടി ഗൈസ്. തലക്കടിക്കാനുള്ളതാണോ? അല്ല, എന്റെ ട്രൈപോഡ് എന്റെ മോൻ വന്ന് കൊളാക്കിയായിരുന്നു. എനിക്ക് വയ്യ. എന്റെ ട്രൈപോഡ് ഉണ്ടായി. ട്രൈപോഡ് മാത്രമല്ല, റൗണ്ട് ലൈറ്റ്. ഇതെനിക്കൊരു 1.5 ഗിഫ്റ്റാണ്. 1.5 ഗിഫ്റ്റ്. ഞാൻ എത്ര നാളായി നിറയെ ലൈറ്റ്. ഇത് ആൾക്കാർ ഈ യൂട്യൂബിലൊക്കെ ചെയ്യുന്നവര് ഈ റൗണ്ട് ലൈറ്റിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്ന കാണുമ്പോ എനിക്ക് പൂതി വരാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സെറ്റപ്പാണ്ടാ. താങ്ക് യു. നിന്റെ സുന ആപ്ലിക്കേഷൻ എങ്ങനെയാണോ അത് സെറ്റ് ചെയ്തിട്ടെടുക്കാം. എനിക്ക് കിട്ടി മക്കളെ, കിട്ടി. ഗ്രഹനെ പിടിച്ചോ ചെടി ചക്ക കൂട്ടാൻ കിട്ടിയല്ലോ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും അടിപൊളിയായി പോയി. ഇത്ര ഉള്ള ബോക്സിൽ വേറെ ഒന്നുമില്ലേ? അത് കപ്പല് മയ്യത്തുമായിന്. എന്റെ പ്രകടനം കഴിയണേക്കാൾ മുമ്പ് ഇത് നിലത്തുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ട്. ഇതെന്തിനുള്ളതാന്ന് എനിക്ക് വലിയ പിടുത്തില്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതെന്റെ ഇത് വെക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്നതാണോ? ആയിരിക്കും. പക്ഷെ ഇതിലൊന്നും ഇല്ലല്ലോ. ഇത് വളയണം എന്തോ സെറ്റപ്പാണ്. അതിന്റെ പടം വല്ലതും ഉണ്ടാവും ഫിറ്റ് ചെയ്യണ. അതിൻ്റെ ഒക്കെ അതില് കയറുള്ളൂ. ഞെക്കാൻ കിടക്കണം. ഞെക്കണം. പൊട്ടിപ്പോയ നിൽക്കാനില്ലായിരുന്നു. ചെറുതായിട്ട് മാറിപ്പോയി. ഞെക്കാനുണ്ടായി. ഇതെന്തൊക്കെയോ ആണ്. അങ്ങനെ നമുക്ക് പുതിയ റിംഗ് ലൈറ്റ് ഒക്കെ ആയി. അപ്പൊ അതിലൊന്നും ചെല്ലിക്കേണ്ട ഒറ്റപ്പാട്. അപ്പൊ പുതിയ റിംഗ് ലൈറ്റ് ഒക്കെ കണ്ടില്ലേ? സൂപ്പറല്ലേ? ഞാന് നോർമൽ എന്റെ
സാധാരണ ഒരു ദിവസം പോലെ തന്നെ ഞാൻ അടിച്ചു പൊളിച്ചു കൊണ്ടുപോയ ഒരു ദിവസമായിരുന്നു ഇത്. പ്രത്യേകിച്ച് യാതൊരു വിശേഷങ്ങളൊന്നും ഇല്ലാണ്ട് അടിച്ചു പൊളിച്ചു പൊളിച്ചെന്ന് പറയാനില്ല, എന്നാലും നമ്മളങ്ങനെ എന്താ പറയാ നോർമൽ ഒരു ദിവസം ഉണ്ടല്ലോ വാലന്റൈൻസ് ഡേ. മുമ്പ് ഞാൻ വാലന്റൈൻസ് ഡേക്ക് കുറെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്തു. എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ സമയത്ത് മാത്രമാണ് ഈ കക്കാക്ക് ഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. ആനിവേഴ്സറിക്ക് അല്ലേ മറന്നുപോയത്? ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തരാറുണ്ട്. വേഗം ആയിക്കോട്ടെ, എനിക്ക് ഉറങ്ങണം കിടന്നു. എല്ലാവരും ഉറങ്ങിയിട്ടാ. ഇപ്പോഴാണ് ഞാൻ റൂമിലേക്ക് വന്നത്. ഇന്ന് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ജിയോടെ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിയോടെ ആള് വന്നിട്ട് പുള്ളി എന്താ ചെയ്യണേന്ന് നോക്കി വ്ലോഗ് എടുത്തോണ്ടിരിക്കായിരുന്നു ഞാൻ. അതാണ് ഞാൻ റൂമിലേക്ക് കയറിയിട്ടുണ്ടായി. റൂമിലായിരുന്നു ഇതൊക്കെ സെറ്റ് ചെയ്തിരുന്നു. കുറച്ചൊക്കെ അപ്പൊ നാളെ കുഴയാണ്ട് അത് കുഴയാണ്ടല്ല കഴിച്ച എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങണം അതായത് വിചാരിച്ചു. ഞാൻ മുമ്പ് ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അതിപ്പോ വന്ന് എന്റെ മോൻ ജസ്റ്റ് ഞാനല്ല ഇക്കാക്ക വാങ്ങിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ എന്താ പറയാ അതെ സ്മാരകം ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് അന്ന് എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയ സമയത്ത് ഞാനിത് കൊണ്ടുപോയി ഏഴോ മൂലൊക്കെ കൊണ്ടുപോയി വെച്ചേർന്നത്. എൻ്റെ മോൻ പോയി അത് പണിത് ഒട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട്, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിക്കാനൊന്നും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ മടിച്ച് നടക്കുകയായിരുന്നു. അപ്പം എങ്ങനെ കൊണ്ടുവരും ഞാൻ വിചാരിച്ചില്ല. ഇതെൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായില്ല ഒരു റിംഗ് ലൈറ്റ് എനിക്ക് കിട്ടുമെന്ന്. ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാൻ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞാൻ നോക്കിയിട്ട് നിറച്ച് സ്റ്റോറി ഇട്ടേക്കണം എല്ലാവരും അവരുടെ. മുമ്പ് ഞാനുണ്ടല്ലോ ഇക്കാക്കയുടെ ഫോണെടുത്ത് ഞാൻ തന്നെ എന്നെ വിഷ് ചെയ്തിട്ട് ഇക്കാക്ക എന്നെ വിഷ് ചെയ്യുന്നൂട്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്തവണ എനിക്കെന്നാ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ വലിയ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ്, അങ്ങനെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ എന്താടാ ഇന്ന് ഞാൻ വന്നതിന് ഞാൻ ഇപ്പൊ റൂമിലേക്ക് കയറിയുള്ളൂ. റൂമിലേക്ക് കയറി കഴിയുമ്പോ ഈ സാധനം ഞാൻ ഇക്കാക്ക ഇന്ന് രാവിലെ പോണ സമയത്ത് ആ ഒരു റെഡ് ബോക്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട സമയത്ത് തന്നെ ഉമ്മച്ചി വന്ന് അപ്പൊ അതിന് മഷിയൊക്കെ കിട്ടിയെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി മഷി സാധനങ്ങളാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ ഇത് കഴിഞ്ഞോളൊന്നും വല്ല അതേപോലത്തെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായില്ല. ഇതെന്തോ എന്താ പറയാ, എന്റെ മനസ്സിൽ പോലും ഇല്ല ഇങ്ങനൊരു സാധനം എനിക്ക് കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെ ഒരു എന്നാലും എനിക്കും അറിയാല്ല, എനിക്ക് ഡയലോഗ് അടിക്കാനുള്ളത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ നീട്ടി വലിച്ച്, കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സാധനം കിട്ടാനായിട്ട്. ഞാൻ എന്തെങ്കിലും എന്നെയും കൊണ്ട് വാങ്ങാൻ കഴിയും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് പോലെ ഇങ്ങനെ ഇട്ടേക്കണ ഒരു സാധനമായിരുന്നു. അതെനിക്ക് പ്രതീക്ഷിക്കാണ്ട് എനിക്ക് അതാണ് ഞാൻ ആലോചിക്കണേ. ഇതെങ്ങനെ ഇതെനിക്ക് ഒരു പിടുത്തമില്ല. 2-3 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ എന്തും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിലിങ്ങനെ ഊരാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും. അത് മേളിലേക്ക് വെക്കണം. ഇപ്പം നമുക്ക് ഈ റിംഗ് ലൈറ്റ് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യണത്, ഇതിൽ ഈ ഒരു ഐറ്റം ഉണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് വന്നിരുന്നതുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഇത് രണ്ടാണോ ഉള്ളത്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യണം. അപ്പം ഇത് നമുക്ക് ലാസ്റ്റ് ഫിക്സ് ചെയ്യാം. ഇതാണ് ഇനി അടുത്ത ഐറ്റം വരുന്നത്. ഇത് ഞാൻ എന്നിട്ട് ഇവിടെയൊക്കെ ജസ്റ്റ് വെച്ച് നോക്കി ഇത് വെച്ച് നോക്കി. പക്ഷെ ഇത് നേരക്ക് വരണ്ടേ. അങ്ങനെ കുറേ തപ്പിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ആന പോലത്തെ സംഭവം കണ്ടോ, നമ്മളിങ്ങനെ ലൂസാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ നമുക്ക് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിക്കാം. കണ്ട
കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇത് നേരക്കാക്കാം. എന്നിട്ട് വീണ്ടും ഈ സ്ക്രൂ വെച്ച് ഇങ്ങനെ മുറുക്കി കൊടുക്കാം. നേരക്കായാലും അത് നേരക്ക് വരെ. അല്ലെങ്കിൽ നമുക്ക് ഇത് ഈ താഴത്തെ ഭാഗം നമ്മളത് ഇവിടെ ഫിക്സ് ചെയ്യും. കണ്ടോ? നിങ്ങൾ ട്രൈപോഡ് വാങ്ങുമ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഓ ഭയങ്കര ഉപകാരമായിപ്പോയി. ഇത് നമുക്ക് ഇനി തിരിക്കാം. എല്ലാവർക്കും ഉണ്ടാവും. ഇത് തിരികെ ഇതിനു വേണ്ടി നമ്മൾ തിരിച്ച് തിരിച്ചേക്കി ഇതിപ്പോ എന്റെ വായിലിരുന്ന അത് ചുരുക്കടി. എന്നിട്ട് കൈ പിടിച്ച് ഇതാക്കി ഇതിങ്ങനെ കിടത്തിയിട. അപ്പൊ എന്നിട്ട് അത് തിരിക്കി. നമ്മൾ അങ്ങനെ വേറൊരു പരീക്ഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇക്കാക്ക് ഇത് ജയിക്കൂല എന്ന് തോന്നുന്നു. ഒന്ന് ചെയ്തൊന്ന് ബ്ലഡി പൂള് അത് തിരിക്കാനാ പറഞ്ഞത്. അത് കൈ പിടിച്ചിട്ട് മറ്റേ തിരിക്കാൻ. ഇതാ ടൈറ്റ് ആവണ്ടോ? ഇനി മറ്റേ പിടിച്ചിരിക്കും. ഇനി റിങ് പിടിച്ച് ടൈറ്റ് ആക്കി. ഇതിൽ നല്ലോണം ഫിറ്റ് ആക്കണം കേട്ടോ. ഇത് ലൂസാണ്. അതാണ് അവിടെ നനങ്ങള് ശരിയാക്കി. ഇനി ഇതിലെന്താ ചെയ്യാനുള്ള മൊബൈൽ ഹോൾഡർ ഇതെങ്ങനെയാ സ്ലൈഡ് ചെയ്ത് ഇതാണ് സംഭവം. നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വർക്ക് ചെയ്യുമോ നോക്കാം. നിങ്ങളുടെ വാ ഒരു സ്ഥലത്ത് തങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് നമുക്കിങ്ങനെ ലൂസാക്കാം. ഇതിൽ 2-3 ലൈറ്റൊക്കെ ഉണ്ട്, സ്വിച്ചൊക്കെ ഉണ്ട്. ലൈറ്റില്ല, സ്വിച്ചൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ പ്ലഗ് ചെയ്യാം. എവിടെ? ഇത് എന്നെ കെട്ടിയോനാണ്, എന്റെ കെട്ടി. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓണാക്കാം. ഓണാക്കി എന്താ കല്ലിട്ടത്? നമ്മള് ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. നോക്ക്, എന്റെ സ്വിച്ച് ഓൺ ആവും. നോക്ക്, കണ്ടാ? നീ ലൈറ്റ് മാറും. ലൈറ്റ് 1 2 3 ഇങ്ങനെ 3 ലൈറ്റുകളാണ് ഉള്ളത്. എന്റെ മുഖത്തുള്ള പ്രകാശം നോക്കി. ഇനി നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ കുറയ്ക്കാം. അതിന്റെ ആവശ്യമില്ല തോന്നുന്നു. കൂട്ടണ്ട. ഓ എനിക്ക് വയ്യ. എങ്ങനെയുണ്ട് കാക്കാ? സൂപ്പറായ? ഏത് ലൈറ്റാ കൊള്ളാവുന്നേ? ഇതെങ്ങനെയുണ്ട്? ഇതോ നല്ലതാ. നമുക്ക് ലൈറ്റ് ഇങ്ങനെ കുറയ്ക്കാം. വേണോന്നില്ല, എന്നാലും വെറുതെ കിടക്കട്ടെ. ഇങ്ങനെ കൂട്ടാം. ലൈറ്റൊക്കെ വന്നപ്പോ ഒരു മഞ്ചൊക്കെ ഉണ്ട്. ശരിക്കും വയ്യ. അല്ല നിന്നല്ല റൂമൊക്കെ കാണാനായിട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ കെട്ടിയമാരുടെ അവസ്ഥ. ഒന്നും അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ എനിക്കും കിട്ടി റിംഗ് ലൈറ്റ് എനിക്കും കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ കെട്ടിയൻ എനിക്ക് തന്ന വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഗൈസ്. നിങ്ങളുടെ കെട്ടിയന്മാര് നിങ്ങൾക്ക് തന്ന വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കമന്റ് ചെയ്യാ. എനിക്കിത് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കുന്നു. എൻ്റെ കെട്ടിയനോട് ഈ ഒരു നിമിഷത്തിൽ ഞാൻ വളരെ നന്ദി പ്രകടിപ്പിക്കുന്നു.
അതുകൊണ്ടാ ഏത് രീതിയിലും പ്രകടിപ്പിക്കണം. സഹൃദയരെ സഹൃദയരെ എന്റെ ഫയർഫോഴ്സ്. ഫയർഫോഴ്സ് ഒന്നും വേണ്ട. എന്റെ കെട്ടിയോ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് തൂക്കി റിംഗ് ലൈറ്റ് വാങ്ങിച്ചു ഗൈസ്. മതി. അതുകൊണ്ട് ഞാൻ ഈ കാക്കാനോട് ഈ ഒരു നിമിഷത്തിൽ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോഴും ഒരു ആശ്വാസമായി. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കിട്ടിയ ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ ടേക്ക് കെയർ. വെളിച്ചുണ്ടല്ലേ, വലിയ വെളിച്ചില്ല. എന്നാലും ഓക്കെ ഉണ്ട്. തള്ളി വെച്ചാൽ മതി അപ്പുറത്തേക്ക്. ഇത് മൊത്തത്തില്